മായ എന്ന് പറയുന്നവരുടെ പശുവിനെയാണ് കാണാതായത്. അങ്ങനെയാണ് ഈ മായ മറ്റ് രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് പോയത് എന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷേ അതിനുശേഷം പശു തിരികെ വന്നു. പക്ഷേ ഇതിന് ശേഷം പിന്നീട് കാര്യങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല, പിന്നീട് വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ പിള്ളേർ അവിടെ പണ്ടൊരിക്കൽ വീണ സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാൻ നേരത്തെ അവിടെ ആ ഭാഗത്ത് ആണെന്നും പറഞ്ഞ് ഇന്നലെ വിളിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ആ പിള്ളേരെയും കൂട്ടി അവിടെ ഒന്ന് പോയി നോക്കാൻ തരുന്നത്. ഇവിടുന്ന് ഒത്തിരി പോകണം, ഒരു 5-6 കിലോമീറ്റർ പോകണം. അവിടെ നിന്ന് പോയി നോക്കാൻ തരുന്നിട്ട് മായയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ. ഇങ്ങനെ പോകാറുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ അല്ല, ഞാൻ കോടനാടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടുന്ന് പോയിട്ട് 10-30 വർഷമായി. പക്ഷെ കൊച്ചിന് സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ, നല്ല കൊച്ചിനെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നതാണ്. വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട് ഞാൻ. ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞു വന്നത്. വന്നപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പോയിട്ട് പോയവരാരും കണ്ടിട്ടില്ല ഇതുവരെ. എന്തായാലും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ കണ്ടത് മായയുടെ സഹോദരനെയാണ്, മൂത്ത സഹോദരനെയാണ് കണ്ടത്. അപ്പോൾ അവരൊക്കെ തന്നെ, ഈ നാട്ടുകാരൊക്കെ തന്നെ, പ്രത്യേകിച്ചും തൊട്ടടുത്ത വീടുകളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡായി ജീവിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ പോലെ തന്നെയാണ്. അത്തരം കാര്യങ്ങളാണ് അവർക്ക് വിഷയമായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കാണാതെ ഇരിക്കുന്നു അല്ലെങ്കിൽ കാണാതെ പോയിരിക്കുന്നു എന്നത് അവർക്ക് വലിയ ഒരു എന്തായാലും ഒന്നും ഒരു വിവരവും ഇല്ല. അവിടെ ചെന്ന് ഞങ്ങൾ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു മറുപടി ഉണ്ടായില്ല. കാരണം അവിടെ ആ ഭാഗത്തില്ല, ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വിളി കേട്ടേനെ. കാരണം അവിടെ വിട്ട് ദൂരത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സംബന്ധിച്ചൊരു ആശങ്കയുടെ. അതെ, ഒരാൾ എൻ്റെ ചേച്ചിയാണെന്ന്, എൻ്റെ ഇളയ നാത്തൂനാ പോയത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഞാൻ ജോലിക്ക് പോയിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവരെ കാണാണ്ട്, ഇവർ പശുവിനെ അന്വേഷിച്ച് പോയിട്ട് കണ്ടില്ല എന്നുള്ള ഇവർ അറിയണത്. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റിലും എല്ലാം ഇവരെ അറിയിച്ചു, എല്ലാവരും അറിയിച്ച് രാത്രി തന്നെ എല്ലാവരും വന്നായിരുന്നു. ഒരന്വേഷണമൊക്കെ നടന്നു. ഇപ്പോൾ അന്വേഷിച്ച് പോയവരും ഒരുപാട് പേര് എത്താനുണ്ട്. അവർ രാത്രി കാട്ടിലകപ്പെട്ടായിരുന്നു. അവർക്ക് വഴി ദിക്കറിയാതെ വന്ന കാരണം അവർ കാട്ടിൽ തന്നെ തങ്ങി. ഇപ്പോൾ നേരം വെളുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവരുണ്ട്, അങ്ങോട്ട് പോകുന്നവരുണ്ട്. പണ്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ചേച്ചി പറഞ്ഞു പോയിട്ട് അവർ ഈ അമ്പലത്തിൽ റെക്കോർഡ് വെച്ചപ്പോഴത്തേനും കറക്റ്റായിട്ട് തിരിച്ചു വന്നവർ. ഇതിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇതിനൊക്കെ കുറേ നേരം അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ആളുകളല്ലേ രണ്ടുപേര്. ചേച്ചിക്കാണ് എപ്പോഴും ഷുഗർ താന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. മായ്ക്കല്ല, എൻ്റെ ചേച്ചി പാർക്കുട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് എപ്പോഴും ഷുഗർ താന്നു പോകും. ഷുഗറിന് 2 നേരം ഇൻസുലിൻ എടുക്കണോ, മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണ. മായാണെങ്കിലും അത്ര പൂർണ്ണ ആരോഗ്യവതിയല്ല. 3 പേരും ശരി ഒരുപോലെയുള്ളവരാ. അപ്പോൾ ഇനി അങ്ങനെ വലിയ ഷുഗർ താന്നു പോയോ പ്രഷർ കൂടിയോ അത് അങ്ങനെയുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. അത് ഇന്നലെ തുടങ്ങി എനിക്കൊരു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും പറ്റിയതാണോ? കാരണം വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഇവിടുന്ന് ഒന്നും കഴിക്കാതെ പോയെന്നാണ്. ഇന്നലെ 1 മണിക്ക് ഇവിടുന്ന് പോയതാണ് 3 പേരും. അത് 3 പേരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇളയ ആങ്ങളെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞു തിരിച്ചു വരുവാന്ന് പറഞ്ഞു. പക്ഷേ അവരിങ്ങോട്ട് വരുന്നതിന് പകരം വന്നപ്പോൾ ആനയെ കണ്ടു വഴിക്കച്ച്. ആനയെ കണ്ടപ്പോൾ വഴി തിരിഞ്ഞ് മാറിയതാ. ആ തിരിയിൽ അങ്ങോട്ട് തിരിഞ്ഞു പോയി. ഒരാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. ഫോൺ ഇന്നലെ ഞാൻ 5 മണിക്ക് വിളിച്ചപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റി. ആനയെ കണ്ട് പേടിച്ചു. അന്നേരമാണ് ആനയെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞത്. കാരണം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ മായ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പോലും പറ്റണില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു കുഞ്ഞേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. അപ്പോൾ കുഞ്ഞേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എടി നീ പണ്ട് ഞങ്ങൾ കാട്ടി പോയപ്പോൾ ഞാൻ അവിടെ വീണ സ്ഥലമാണ്. അപ്പം നീ വീണ സ്ഥലത്തുണ്ട് ഞങ്ങൾ. അവിടെ ഒരു പാറയാണ്, ആന കാരണം ഞങ്ങൾക്ക് കടന്നു വരാൻ പറ്റില്ല, ഞങ്ങളൊരു മരത്തിൻ്റെ ചോട്ടിലേക്ക് മാറി നിൽക്കുകയെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞ് സംസാരിച്ചിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോണിൽ സ്വിച്ച് ഓഫ് ആകും പോകുക എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വിളിച്ചിട്ട് അവരെ കിട്ടിയിട്ടില്ല. അത് പിന്നെ ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും മോത്തി, അതാണ് ഇവിടെ ഏവരും പറയുന്ന ഒരു കാര്യം. എന്തായാലും ഏവരെയും സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു ആശങ്ക ഉണ്ട്. ആശങ്കയുടെ ഒരു മിനിറ്റിലൂടെ അല്ലെങ്കിൽ മണിക്കൂറുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സെർച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ സെർച്ച് ആരംഭിക്കേണ്ടതല്ല, ഇന്നലെ രാത്രി തന്നെ മുതൽ ആ കാര്യങ്ങളുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടന്നു വരികയാണ്. എന്തായാലും ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ ഏവരും. അത്തരത്തിൽ അവർ മടങ്ങി എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചത് പലർക്കും ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വനം വകുപ്പ് അത്തരം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉൾവനത്തിലാണ് ഈ പരിശോധന നടത്തേണ്ടത്. അത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഡ്രോൺ പരിശോധന ഇപ്പോഴും നടക്കുന്നു എന്നാണല്ലോ നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും രാഗിനോട് പറഞ്ഞതല്ലേ?
തീർച്ചയായും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അത് ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഏരിയൽ ഷോട്ട്സ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കിട്ടും. അങ്ങനെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി. ഇന്നലെ രാത്രി ആയതുകൊണ്ട് വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ വെളിച്ചക്കുറവ് ഉണ്ടെങ്കിലും ആ ദൃശ്യങ്ങൾ അബ്സോർവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രോൺ ആയിരുന്നു. പക്ഷേ ഇന്നും അത് പരിശോധന ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി ഇന്നലെ രാത്രി തന്നെ പരിശോധിച്ചതാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ ആരെയും കണ്ടെത്തിയില്ല. അതുകൊണ്ട് ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണമെന്ന കാര്യവും ഒരു ചിന്താവിഷയം തന്നെയാണ്. അവരെന്തായാലും ഇപ്പോൾ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ്. ഇതാണ് മായയുടെ വീട്. മേഖലയിലാണെങ്കിൽ ഡ്രോൺ പരിശോധനയിൽ ദൃശ്യങ്ങൾ നമുക്ക് കരുതുന്നത് പോലെ എളുപ്പത്തിൽ ലഭ്യമാകുമായിരിക്കുമോ? അതൊരു തടസ്സമാണോ? ചില മേഖലകളിൽ ഡ്രോൺ പരിശോധന അത് പ്രാപ്തമായിട്ടുള്ള ഒന്നല്ല. പക്ഷേ ചില ഏരിയകളിൽ കൃത്യമായി കിട്ടുന്നുമുണ്ട്. ഇന്നലെ രാത്രി തന്നെ അത്തരം പരിശോധനകളൊക്കെ തന്നെ നടത്തിയതുമാണ്. അതിനുശേഷം ഇന്ന് വീണ്ടും ആ പരിശോധനകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രി ടീം അവിടെ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു സെർച്ച് ഓപ്പറേഷനിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മായ ഇന്നലെ ഉച്ചയോടുകൂടിയാണല്ലേ പോയത് ഇവിടെ നിന്നല്ലേ? 2 മണിക്ക്. ചേട്ടനപ്പോൾ എവിടെയായിരുന്നു? ഞങ്ങൾ കോതമംഗലത്ത് വരുവായിരുന്നു. ആശുപത്രി പോയിട്ട് അന്നേരം സംഭവം നടക്കണം. ചേട്ടന് വയ്യാതിരിക്കുകയായിരുന്നു. ആശുപത്രി പോയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം സംഭവം. അപ്പോൾ പശുവിനെ കണ്ടു പോരെന്ന് പറഞ്ഞാൽ അവർ പോന്നാ ഇങ്ങോട്ട് ഇടയ്ക്ക് പിടച്ച് മിസ്സായി തൊട്ടടുത്ത് വെച്ച് വഴി മാറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചായിരുന്നു. 2:45 3 മണി വരെയും വിളിച്ചായിരുന്നു. 3:35 വരെ. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്ന് പറഞ്ഞായിരുന്നു. ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആകുവാണ്, വിളിക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ ഞാനുണ്ട് അപ്പുറം ഇപ്പുറം ഫോൺ വയ്ക്കൊന്നും. എന്തായാലും അത്തരം അവരെ സംബന്ധിച്ചിടത്തോളം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മായ ഉടൻ തന്നെ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ തന്നെ അവർ വച്ചു പുലർത്തുകയാണ്. മായക്കൊപ്പം പാറുക്കുട്ടിയുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ത്രീയും അവരോടൊപ്പം തന്നെയുണ്ട്. എന്തായാലും ഇവർ 3 പേർക്കായുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഈ നാടും ഈ പ്രദേശവുമൊക്കെ തന്നെ. ഫോറസ്റ്റും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വിഭാഗങ്ങളുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന കാര്യവും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എന്തെങ്കിലും പ്രത്യേക പദ്ധതി തയ്യാറാക്കിയ ശേഷമാണ് ഈ വനപാലകരും പോലീസും നാട്ടുകാരും അടങ്ങുന്ന സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്? അതായത് ഏതെങ്കിലും പ്രത്യേക മേഖല തിരിച്ചോ അങ്ങനെയോ മറ്റോ ആണോ? ഇതിൽ ഒരു 6-7 പോയിന്റ് ഉണ്ട്. ആ 7ഓളം പോയിന്റുകളിൽ ഇന്നലെ രാത്രി സെർച്ച് നടത്തിയിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നും സെർച്ച് പുരോഗമിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നലെയും കാര്യങ്ങൾ പോയത്. ഇന്നും ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുകയാണ്. കാരണം അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു കാടല്ല, അല്ലെങ്കിൽ ചെറിയൊരു വനമേഖലയല്ല, വളരെ വിപുലമായ ഒരു മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ നീക്കേണ്ടതായിട്ടുണ്ട്.